ഇരുൾ വന്നു മൂടുമെൻ ഏകാന്തയാത്രയിൽ അരുതാത്തതൊക്കെയും അറിയാതെ ചെയ്തു പോയി ക്ഷമിക്കുവാനാകുമോ എന്നോടൻ ദൈവമേ ശിക്ഷയേതുവേൽക്കുവാൻ അരികിലായി നിൽപ്പു ഞാൻ ശോകമോഹമാകുമെൻ മനസ്സിന്റെ വീതിയിൽ കരുണതൻ വർഷമായി ആർദ്രത തോന്നണേ. ഹായ്, സാരാഫാത്ത് കുക്കിംഗ് ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു പായസമാണ്, ബീട്രൂട്ട് പായസം. അപ്പോൾ നമുക്ക് അതിനാവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ബീട്രൂട്ട് 1/2 കിലോ വേവിച്ച് ഞാൻ വെച്ചിട്ടുണ്ട്, മിക്സിയിലിട്ട് അരച്ചതാണ്. കിസ്മിസ്, 1 ലിറ്റർ പശുവിൻ പാല്, ഏലക്ക, പഞ്ചസാര, ചവ്വരി, നെയ്യ്. ഓക്കെ, നമുക്കിനി അത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ. ഞാനിപ്പോൾ സ്റ്റൗ ഓണാക്കി ഇനി അതിലേക്ക് ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ചു കൊടുക്കാം. ഞാനിവിടെ ഒരു പാൻ അടുപ്പിൽ വെച്ചു. അത് നന്നായി ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ പാൻ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഞാൻ അതിലേക്ക് അല്പം നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണ്. ഞാൻ ഇതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു. ഇത് അടിയിൽ പിടിക്കാതിരിക്കുന്നതിന് വേണ്ടിയാണ് ആദ്യമായിട്ട് അല്പം നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഞാൻ അതിലേക്ക് ആഡ് ചെയ്യുന്നത് നമ്മുടെ പ്രധാന ഐറ്റമായ ബീട്രൂട്ടാണ്. 1/2 കിലോ ബീട്രൂട്ടാണിത്. ഇത് വേവിച്ച് നന്നായിട്ട് മിക്സിയിൽ അരച്ചെടുത്തതാണ്. നമുക്ക് വേവിക്കാതെയും ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാം, പക്ഷേ ഒരുപാട് സമയം പിടിക്കും അത് വെന്ത് വരുന്നതിന് വേണ്ടി. അതുകൊണ്ടാണ് ഞാൻ വേവിച്ച ശേഷം മിക്സിയിൽ അടിച്ച് ആഡ് ചെയ്തത്. ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നു. ഇനി അത് നന്നായിട്ട് ഇളക്കുക. വെജിറ്റബിൾ ഇഷ്ടമില്ലാത്ത കുഞ്ഞുങ്ങൾക്ക് ഇത് പായസമായിട്ട് ഉണ്ടാക്കി കൊടുത്താൽ അവർക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും. നിങ്ങൾ ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഇത് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്നതായതുകൊണ്ട് നന്നായിട്ട് വേവിച്ചാണ് നമ്മൾ മിക്സിയിൽ അടിച്ചത്. അതുകൊണ്ട് ഇതിൽ ഒരുപാട് നമ്മൾ വേവിക്കേണ്ട കാര്യമില്ല, പെട്ടെന്ന് റെഡിയാവും. ഇനി ഞാൻ ഇതിലേക്ക് ഒഴിക്കുന്നത് പശുവിൻ പാലാണ്. ഞാനിവിടെ 1 ലിറ്ററാണ് എടുത്തിരിക്കുന്നത്. എന്നാൽ നമുക്ക് ആവശ്യമുള്ളത് അനുസരിച്ച് ഒഴിച്ചു കൊടുത്താൽ മതി. നമുക്ക് എത്ര വേണം അതനുസരിച്ച് നമ്മൾ ഇതിൽ ഒഴിക്കുക. ഞാൻ ഇതിലേക്ക് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നു. ഒരു 200 ഗ്രാം പഞ്ചസാര ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് മധുരത്തിന്റെ അനുസരിച്ച് ഇട്ട് കൊടുക്കാം. മധുരമില്ലെങ്കിൽ നമുക്ക് പിന്നീട് ചേർത്ത് കൊടുക്കാം. ശർക്കരയാണ് ഇതിൽ ആഡ് ചെയ്യുന്നതെങ്കിൽ ശർക്കരയുടെ കളർ മാത്രമേ നമുക്ക് ഇതിൽ കാണുവാനായിട്ട് പറ്റുകയുള്ളൂ. ഇത് കുഞ്ഞുങ്ങൾക്ക് കുടിക്കാനും കാണാനും ഒക്കെ നന്നായി ഇഷ്ടപ്പെടും. കാരണം ഈ കളർ കണ്ടുകൊണ്ട് അവർ ഒരുപാട് കുടിക്കും. ഞാൻ ഇതിലേക്ക് ചവ്വരിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇത് ഒരു 100 ഗ്രാം ചവ്വരിയാണ്. ഒരുപാട് നമുക്ക് വേണ്ട. ഞാനിവിടെ 100 ഗ്രാം ചവ്വരി ആഡ് ചെയ്ത് കൊടുത്തു. ഞാൻ ഇതിൽ ചവ്വരി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കട്ട പിടിക്കാതെ നന്നായിട്ട് ഇത് ഇളക്കി കൊടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് ഏലക്ക ചേർക്കുകയാണ്. ഇതിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും ഫ്രൈ ചെയ്തത് ഇതിലേക്ക് ഇട്ട് കൊടുക്കും. നമ്മുടെ സ്വാദിഷ്ടമായ ബീട്രൂട്ട് പായസം റെഡിയായി. നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. താങ്ക് യു. ഗോഡ് ബ്ലസ് യു.